ഇന്ന് ഏതൊരു ഡോക്ടറുടെ കഴുത്തിലും നമ്മൾ കാണുന്ന വൈദ്യശാസ്ത്രത്തിന്റെ അടയാളമായി മാറിയ ഒരു ഉപകരണമുണ്ട്, സ്റ്റെതസ്കോപ്പ്. എന്നാൽ ഈ കൊച്ചു ഉപകരണം പിറന്നത് ഒരു ഡോക്ടറുടെ കൊച്ചു മാണത്തിൽ നിന്നാണ്. 1816 പാരീസിൽ നടന്ന ഒരു സംഭവമാണ്. റെനെ ലെനക് എന്ന ഫ്രഞ്ച് ഫിസിഷ്യൻ ഒരു ചെറുപ്പക്കാരിയായ രോഗിയെ പരിശോധിക്കുകയായിരുന്നു. അക്കാലത്ത് ഹൃദയമിടിപ്പ് കേൾക്കാൻ രോഗിയുടെ നെഞ്ചിൽ ഡോക്ടർമാർ നേരിട്ട് ചെവി ചേർത്ത് വെക്കുകയായിരുന്നു പതിവ്. എന്നാൽ ആ രോഗിയുടെ പ്രായവും നാണവും കാരണം അവളുടെ നെഞ്ചിൽ ചെവി ചേർത്ത് വെച്ച് പരിശോധിച്ച് ഹൃദയമിടിപ്പ് കേൾക്കാൻ ഡോക്ടർ റെനെ ലെനക്കിന് കടുത്ത മടിയും ബുദ്ധിമുട്ടും തോന്നി. ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ, ലെനക് ചിന്തിച്ചു. പെട്ടെന്നാണ് ലെനക്കിന്റെ മനസ്സിലേക്ക് ആ കാഴ്ച ഓടിയെത്തിയത്. കുട്ടികൾ തടിയുടെ കഷണങ്ങളുടെ ഒരറ്റത്ത് ചെവി ചേർത്ത് വെച്ച് മറ്റേ അറ്റത്തെ കൊട്ടുന്ന ശബ്ദം കേട്ട് കളിക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം ഒരു കഷണം കടലാസ് ചുരുട്ടി രൂപപ്പെടുത്തി അതിന്റെ ഒരറ്റം രോഗിയുടെ നെഞ്ചിലും മറ്റേ അറ്റം തന്റെ ചെവിയിലും വച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഹൃദയമിടിപ്പും ശ്വാസകോശത്തിലെ ശബ്ദങ്ങളും നേരിട്ട് ചെവി വെച്ച് കേൾക്കുന്നതിനേക്കാൾ വളരെ വ്യക്തമായി അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു. ഈ ലളിതമായ ആശയമാണ് പിന്നീട് ലോകത്തിലെ ആദ്യത്തെ മര സ്റ്റെതസ്കോപ്പായി മാറിയത്. സ്റ്റെതസ്കോപ്പിന്റെ ചരിത്രം കേവലം വൈദ്യശാസ്ത്രത്തിന്റെ മാത്രം കഥയല്ല, അത് ജീവിതത്തിലെ ചില വലിയ സത്യങ്ങൾ കൂടിയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടോ തടസ്സമോ മുന്നിൽ വരുമ്പോൾ പിന്മാറാതെ അതിനെ ഒരു പുതിയ അവസരമാക്കി മാറ്റാൻ ശ്രമിക്കുക. ലെനക് അന്ന് നാണിച്ച് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റെതസ്കോപ്പ് ഉണ്ടാകുമായിരുന്നില്ല. സ്റ്റെതസ്കോപ്പ് ചെയ്യുന്നത് ശരീരത്തിനുള്ളിലെ കൊച്ചു ശബ്ദങ്ങളെ പോലും വ്യക്തമായി കേൾപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ വാക്കുകളെയും വിഷമങ്ങളെയും ശ്രദ്ധയോടെയും സഹാനുഭൂതിയോടെയും കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. പല കുടുംബ ബന്ധങ്ങളും തകരുന്നത് പരസ്പരം കേൾക്കാൻ സമയം കണ്ടെത്താത്തത് കൊണ്ടാണ്. വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പലപ്പോഴും തികച്ചും ലളിതമായ കാര്യങ്ങളിൽ നിന്നായിരിക്കും ഉണ്ടാകുന്നത്. ലെനക് ചുരുട്ടിയ ആ കടലാസ് കഷ്ണമാണ് ഇന്നും ലോകമെമ്പാടുമുള്ള ദശകോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അടിത്തറയിട്ടത്. അത് വെറും ഒരു പ്ലാസ്റ്റിക് മെറ്റൽ കഷ്ണമല്ല, ഒരു മനുഷ്യന്റെ മാന്യതയിൽ നിന്നും സർഗാത്മകതയിൽ നിന്നും രൂപം കൊണ്ട അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിലും തടസ്സങ്ങൾ വരുമ്പോൾ ഒളിച്ചോടാതെ പുതിയ വഴികൾ വെട്ടി തുറക്കാൻ ഈ ചരിത്രം നമ്മെ പ്രചോദിപ്പിക്കട്ടെ.